ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ആഴ്ച നമ്മൾ തുടങ്ങുകയാണ്. പുതുവർഷം 2026 ആദ്യത്തെ വീക്കാണിത്. നിഫ്റ്റി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ അടുത്ത് തന്നെയാണ് ക്ലോസിങ് നടത്തിയിരിക്കുന്നത്. 26,328 ഡിസംബർ 1 2025 ഡിസംബർ 1 ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു മാസത്തിന് ശേഷമാണ് നിഫ്റ്റി വീണ്ടും ആ ഒരു ലെവലിലേക്ക് വന്നിരിക്കുന്നത്. 26,328 എന്ന് പറയുന്ന ഒരു വെള്ളിയാഴ്ച ബ്രേക്ക് ചെയ്തതിന് മുമ്പ് ടൈറ്റായിട്ടൊരു വൺ മന്ത് കൺസോൾട്ടേഷനായിരുന്നു കണ്ടത്. 2023 ശേഷം നടന്നിരിക്കുന്ന ഒരു ടൈറ്റായിട്ടുള്ളൊരു കൺസോൾട്ടേഷൻ എന്ന് വേണം നമുക്ക് പറയാം. സോ ഏതായാലും 26,300 മുകളിലുള്ള ക്ലോസിംഗ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് തന്നെയാണ് വീക്കിലി ബേസിസിൽ. പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. IT, FMCG ഒഴികെ IT വീക്കിലി ബേസിൽ 0.7% നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. FMCGയിൽ ഏകദേശം 3.7% നഷ്ടം വീക്കിലി ബേസിസിലുണ്ട്. ബാക്കി എല്ലാ ഇൻഡെക്സുകളിലും, അതുപോലെ ഡിജിറ്റലിലും 0.7%, ബാക്കി എല്ലാ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലും പോസിറ്റീവ് ക്ലോസിംഗ് ആണ് വീക്കിലി ബേസിൽ വന്നിരിക്കുന്നത്. അതിൽ തന്നെ PSU അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക്, പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ, അതായത് ഓട്ടോ അടക്കം നിഫ്റ്റി ഓട്ടോ സെയിൽസ് ഫിഗേഴ്സ് വളരെ പോസിറ്റീവായിരുന്നു. ഡിസംബർ മാസത്തെ ഫിഗേഴ്സ് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഓട്ടോ, അതുപോലെ തന്നെ ഓട്ടോ കോമ്പോണൻറ്റ്സ്, ആക്സിലറി യൂണിറ്റുകളിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കണ്ടു. മാരുതിയൊക്കെ അവരുടെ ഏറ്റവും വലിയ മന്ത്ലി സെയിൽസാണ് ഡിസംബറിൽ നടത്തിയിരിക്കുന്നത്. ഫാം എക്യുപ്മെൻറ്റ്സ്, ഫാം ട്രാക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ എക്യുപ്മെൻറ്റ് സെയിൽസിലൊക്കെ തന്നെ പുരോഗതി വന്നിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് റൂറൽ ഇൻകം വർദ്ധിച്ചു വരുന്നു, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ മേഖല പോസിറ്റീവായിട്ട് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 2 വീലർ സെയിൽസിലും വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ബജാജ്, ടി വി എസിൻ്റെ സെയിൽസിൽ ഏകദേശം 50% ഇയർ ഓൺ ഇയർ പോസിറ്റീവ്നെസ്സാണ് വന്നിരിക്കുന്നത്. സോ ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഒരു പോസിറ്റീവ് മൊമെൻറ്റത്തിലേക്ക് കൊണ്ടുപോയത്. പിന്നീട് കഴിഞ്ഞ ഡിസംബർ മാസത്തെ റോൾ ഓവർ ഡാറ്റ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ വീക്കിലി പോഡ്കാസ്റ്റിലും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് വളരെ ലൈറ്റാണ്. അതായത് 26,300 മുകളിലുള്ളൊരു ക്ലോസിംഗ് മാത്രമേ നിഫ്റ്റിയിൽ അടുത്ത ഒരു ലെഗ് റാലിക്ക് സാധ്യതയുള്ളൂ എന്നും കഴിഞ്ഞ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടവർക്ക് ഓർമ്മയുണ്ടാവും. സോ അതുപോലെ 26,300 മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. സോ മാർക്കറ്റ് വളരെയേറെ ഷോർട്ട് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് തന്നെ ലൈറ്റായിരുന്നു. അപ്പോൾ ഒരു പോസിറ്റീവ് ട്രിഗർ കൂടി വന്നപ്പോൾ മാർക്കറ്റ് ഈസി ആയിട്ട് പിക്കപ്പ് ചെയ്തു എന്ന് വേണം പറയാൻ. സോ ഈ റാലി എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുമെന്ന് നമുക്കിപ്പോഴും പറയാൻ സാധിക്കില്ല. ഏതായാലും മൊമെൻറ്റം ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്, അണ്ടർ കറൻറ്റ് സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലെ വന്നിരിക്കുന്ന വാർത്ത, വെനസ്വേല US-ൻ്റെ ഇടയിലുള്ള കോൺഫ്ലിക്റ്റ്, വെനസ്വേലിയൻ പ്രസിഡൻറ്റിനെ US പിടിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ കസ്റ്റഡിയിലായിരിക്കുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ഞാനൊരു ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വന്നിരിക്കുന്ന വാർത്തകൾ പ്രകാരം വെനസ്വേലിയൻ പ്രസിഡൻറ്റ് US ആർമിയുടെ കയ്യിലാണുള്ളത്. അപ്പോൾ ഒരിടക്കാല അമേരിക്കൻ പ്രതിനിധികളാണ് വെനസ്വേല ഇനി ഭരിക്കാൻ പോകുന്നതെന്നാണ് ട്രംപിൻ്റെ ന്യായം വന്നിരിക്കുന്നത്. അതിലാരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല. ഏതായാലും വീണ്ടും ഒരു അശാന്തി GCC, അതുപോലെ തന്നെ നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വെനസ്വേല പോലെ തന്നെയുള്ള രാജ്യങ്ങളാണ് US-ൻ്റെ റഡാറിലുള്ള മറ്റ് രാജ്യങ്ങളായിട്ടുള്ള നൈജീരിയ, അതുപോലെ തന്നെ മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളിലും ഇതിൻ്റെ ഒരു അലയൊലികൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഏതായാലും ലോകത്തെ ഏറ്റവും വലിയ ഒരു എണ്ണ സമ്പത്തുള്ള രാജ്യം, ഏകദേശം 18-19% ലോകത്തിലെ എണ്ണ റിസർവ് ഉള്ള രാജ്യമാണ് വെനസ്വേല. സോ ഇതുതന്നെയായിരിക്കണം ടാർഗറ്റ്. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും എണ്ണക്ക് മുകളിലുള്ള യുദ്ധമായിട്ട് വേണം ഇതിനെ കരുതാൻ വേണ്ടിയിട്ട്. സോ ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായിട്ടൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യയിലേക്കുള്ള ഇമ്പാക്റ്റ് എത്രമാത്രമാണെന്ന് അസസ് ചെയ്യുന്നത് വരുന്നേ ഉള്ളൂ. ഏതായാലും ഇതിന് വലിയൊരു ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റ് കൊടുക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇന്ത്യൻ മാർക്കറ്റ് ഈ ആഴ്ച മിക്കവാറും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് മറ്റു പല പോസിറ്റീവ് ട്രിഗറുകളായിരിക്കും. അതിലൊന്ന് ബിസിനസ് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പല കമ്പനികളും Q3 റിസൾട്ടുകൾ വരുന്നതിന് മുൻപേ അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതിലൊക്കെ തന്നെ പോസിറ്റീവ്നെസ്സാണ് കാണിക്കുന്നത്. ബാങ്കുകളായാലും റീറ്റെയിൽ കമ്പനികളായാലും അതുപോലെ ഓട്ടോ കമ്പനികൾ, ഇവരുടെയൊക്കെ ഫിഗേഴ്സ് പുറത്തേക്ക് വരുന്നുണ്ട്. ബിസിനസ് അപ്ഡേറ്റ്സ് Q3 പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് പോസിറ്റീവ്നെസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് ഫെസ്റ്റിവൽ സീസണിന് ശേഷം
തേർഡ് ക്വാർട്ടർ റിസൾട്ടുകൾ ഈ ജനുവരി രണ്ടാം പാദത്തോടു കൂടി വരുന്ന അല്ലെങ്കിൽ ജനുവരി രണ്ടാം വാരത്തോടു കൂടി വരുന്ന റിസൾട്ടുകൾ ഏതായാലും അത്ര മോശമായിരിക്കില്ല എന്നുള്ള ഒരു ട്രിഗറുകളാണ് ഈ ഒരു ബിസിനസ് അപ്ഡേറ്റ്സുകൾ നൽകുന്നത്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇനിയുള്ള ആഴ്ചകളിൽ നീങ്ങാൻ പോകുന്നത്. അതുപോലെ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമുക്ക് ചില സൂചനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുവരെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് അനുസരിച്ചിട്ട് നിഫ്റ്റിയുടെ ഔട്ട്ലുക്ക് പോസിറ്റീവ് തന്നെയാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ നിഫ്റ്റി ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ചാർട്ടിങ് പോസിബിൾ അല്ല. ഏതായാലും 26,400 മുതൽ 26,500 വരെയുള്ള ഒരു റാലി നമുക്ക് നിഫ്റ്റിക്ക് ഓപ്പൺ ആണ് ഇപ്പോൾ അടുത്ത ഒരു ഇതെന്ന് പറയുന്നത്. അതുപോലെ 26,700 ഈ ഒരു റാലിയുടെ ലെഗിൻ്റെ അവസാനം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ വളരെ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് 26,100 മുതൽ 26,150 വരെയാണ്. സോ 26,100 ടു 26,150 ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നിഫ്റ്റിക്കുള്ള സപ്പോർട്ടാണ്. ഇപ്പോൾ ഈ ഒരു വാർ ബ്രേക്ക് ഔട്ടിൻ്റെ കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേരിതിരിഞ്ഞിലുള്ള അക്രമമോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് 26,100 250. അതുപോലെ ലോങ് ടേം ഒരു മീഡിയം ടു ഷോർട്ട് ടേം നമുക്ക് ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോണായിട്ടുള്ളത് 25,900 ടു 26,000 എന്ന് പറയുന്ന ആ 100 പോയിൻറ്റിൻ്റെ റേഞ്ചാണ്. സോ മീഡിയം ടേമിൽ 25,900 ഷോർട്ട് ടേമിൽ 26,100 ടു 26,150 നിഫ്റ്റിയെ ഹോൾഡ് ചെയ്യാൻ പോകുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോസിറ്റീവ്നെസ് 26,400 500 ആ ഒരു മേഖലകളിൽ ആദ്യ റെസിസ്റ്റൻസ് നിഫ്റ്റി ഫേസ് ചെയ്തേക്കാം. നിഫ്റ്റിയുടെ മറ്റു കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഓൾ ടൈം ഹൈയിലാണ് നമുക്കിപ്പോൾ ഫസ്റ്റ് വീക്ക് തന്നെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറയാം മൊമെൻറ്റം പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 4 സെഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 480 പോയിൻ്റ് റാലി നിഫ്റ്റിയിൽ വന്നിട്ടുണ്ട്. 25,878 നിന്ന് തുടങ്ങിയ ഒരു റാലിയാണിത് കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ പ്രധാനപ്പെട്ട ഇൻഡെക്സ് ഹെവി വെയ്റ്റുകൾ തന്നെയാണ് നിഫ്റ്റി റാലി ചെയ്തുകൊണ്ട് കൊണ്ടുപോയിരിക്കുന്നത്. പ്രത്യേകിച്ച് റിലയൻസ് നോക്കിക്കഴിഞ്ഞാൽ 2.2% നേട്ടം റിലയൻസിൽ മാത്രം വന്നിട്ടുണ്ട് ഈ ഒരു വീക്കിൽ. നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൻ്റെ റോൾ ഓവർ നോക്കിക്കഴിഞ്ഞാലും 72.29% വന്നിട്ടുണ്ട്. സോ അത് കാണിക്കുന്നത് ഒരു സ്ട്രോങ് പാർട്ടിസിപ്പേഷനാണ്. ക്യാരി ഫോർവേഡ് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ഡെയിലി RSI നോക്കുകയാണെങ്കിലും എബവ് 60 മുകളിലാണ്. അതും ഒരു സ്ട്രെങ്തൻ ആയിട്ടുള്ള ഒരു സിഗ്നലാണ്. പക്ഷേ വീക്കെൻഡിലാണ് ഈ ഒരു ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇത് എത്രമാത്രം ഇമ്പാക്റ്റ് ചെയ്തു നമുക്കറിയില്ല. ഏതായാലും നിഫ്റ്റിയുടെ ഔട്ട്ലുക്ക് പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. സെൻസെക്സിൻ്റെ വ്യൂ നോക്കിക്കഴിഞ്ഞാലും 50 ദിവസത്തെ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൻ്റെ കറക്റ്റ് സ്ട്രോങ് സപ്പോർട്ടാണ് നിഫ്റ്റി സെൻസെക്സ് എടുക്കുന്നത്. അവിടെ നിന്നാണ് കൃത്യമായിട്ട് റിബൗണ്ട് വരുന്നത്. 4 സെക്ഷനിലുണ്ട് ഒരു ബുള്ളിഷ് മൊമെൻറ്റം സെൻസെക്സിലും പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും 2% വീക്കിലി ഗെയിൻ ഉണ്ട്. ടെക്നിക്കലി ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ കാണാം. അതുപോലെ തന്നെ RSI 67 മുകളിലാണുള്ളത്. അത് മൊമെൻറ്റം കൂടി വരുന്നതിൻ്റെ സിഗ്നലായിട്ടാണ് എടുക്കേണ്ടത്. സോ അടുത്തൊരു ടാർഗറ്റ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് 60,600 അതുപോലെ തന്നെ 61,200 ഒക്കെയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബാങ്ക് നിഫ്റ്റിക്കുള്ള സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 59,700 അല്ലെങ്കിൽ 59,500 ടു 700 എന്ന് പറയുന്ന റേഞ്ച് ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ട് ആക്റ്റീവ് ആവാനുള്ള സാധ്യത. ഇതാണ് ഇൻഡെക്സ് വ്യൂ എന്ന് പറയുന്നത്. സോ ഇനി ഈ ആഴ്ച ഉള്ള പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ഡാറ്റകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ട്രിഗറുകൾ നോക്കിക്കഴിഞ്ഞാൽ തിങ്കളാഴ്ച US മാനുഫാക്ചറിങ് PMI വരുന്നുണ്ട്. സോ ഡിസംബർ മാസത്തെ ഫിഗേഴ്സാണ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ചൊവ്വാഴ്ച ഇന്ത്യയുടെ ഫൈനൽ PMI HSBC ആണ് റിലീസ് ചെയ്യുന്നത്. ഫൈനൽ PMI ഡിസംബർ മാസത്തെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ അതുപോലെ തന്നെ PMI ഡാറ്റ ഓസ്ട്രേലിയയുടേതും US ചൈന UK യൂറോസോണിൻ്റെയൊക്കെ തന്നെ വരുന്നുണ്ട്. ബുധനാഴ്ച US ജോബ് ഓപ്പണിംഗ് ഡാറ്റ വരുന്നുണ്ട്. വ്യാഴാഴ്ച US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് വരുന്നതാണ്. ഡിസംബർ മാസം 27 അവസാനിച്ച ആഴ്ചയിലെ ഡാറ്റയാണ് വരാൻ പോകുന്നത്. വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് RBI പുറത്തുവിടുന്ന ഇന്ത്യയുടെ ബാങ്ക് ലോൺ ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഈ ഡാറ്റ വരുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഡാറ്റയാണ്. അതുപോലെ ചൈനയുടെ ഇൻഫ്ലേഷൻ ഈ ആഴ്ചത്തെ റിലീസ് വരുന്നുണ്ട്. ഡിസംബർ 2025 ഡാറ്റയാണ് വരാൻ പോകുന്നത്. സോ ഇൻഫ്ലേഷൻ അവിടെ കഴിഞ്ഞ നവംബർ മുതൽ കൂടിക്കൊണ്ടുവരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ US കൺസ്യൂമർ സെൻറ്റിമെൻറ്റ്സ് ഡാറ്റയും വെള്ളിയാഴ്ച
അവർ പുറത്തേക്ക് വിടുന്നുണ്ട്. സോ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള RBIയുടെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബാങ്ക് ലോൺ ഡെപ്പോസിറ്റ് ഗ്രോത്തുകളാണ്. ഏതായാലും ബിസിനസ് അപ്ഡേറ്റ്സുകൾ Q3 ബാങ്കുകൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. വരുന്ന മാസങ്ങളിൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇനി അങ്ങോട്ട് വരുന്ന സമയത്ത് RBIയുടെ ഇൻഫ്ലേഷൻ പലിശ നിരക്കുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ് മാർക്കറ്റും ഉറ്റുനോക്കുന്നത്. ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്കും മറ്റുമൊക്കെ പോകാം. അതിലേക്ക് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അടുത്തുള്ള ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ആയിട്ട് ചാനലിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമായിട്ട് കാണുക. അതുപോലെ ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് ടെലിഗ്രാം അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മുടെ സർവീസുകൾ ഓഫർ ചെയ്യുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിലാണ് ഈ ഒരു സർവീസുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലുള്ള സർവീസുകൾ 1000 രൂപ മുതൽ തുടങ്ങുകയാണ്. സോ 1000 രൂപ മുതൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സർവീസുകൾ എടുക്കാവുന്നതാണ്. അതിനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നേരിട്ട് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഗ്രൂപ്പായിട്ടുള്ള സ്വിങ്ങീസ് കിങ്, അത് ഞാൻ എൻ്റെ റിസർച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ തന്നെ എക്സ്ക്ലൂസീവായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ നമ്മുടെ മാർക്കറ്റ് മാഗ്നറ്റ് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനെല്ലാമുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്പുകൾ മൊബൈൽ ആപ്പിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ന്യൂസുകളും മറ്റൊക്കെ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലുകൾക്കുള്ള ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ. 2 ആഴ്ച മുമ്പുള്ള നമ്മുടെ വീക്ക്ലി പോഡ്കാസ്റ്റിൽ നമ്മൾ സൂചിപ്പിച്ചൊരു ഓഹരിയായിരുന്നു അദാനി എനർജി സൊല്യൂഷൻസ്. ആ സമയത്ത് 980,000 രൂപയ്ക്ക് അടുത്തായിരുന്നു അദാനി എനർജി. ആ സമയത്ത് ഞാൻ പറഞ്ഞൊരു ടാർഗറ്റും 1050 ആയിരുന്നു. ഈ ഒരു വെള്ളിയാഴ്ച 1067 വരെ ആ സ്റ്റോക്ക് പോവുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് അദാനി എനർജി സൊല്യൂഷൻസിലുള്ളത്. ഡിപ്പ് വരികയാണെങ്കിൽ വീണ്ടും എൻട്രി ചെയ്യാനുള്ളൊരു അവസരമായിട്ട് അദാനി എനർജി സൊല്യൂഷൻസ് ഉപയോഗിക്കാം. അടുത്തൊരു ടാർഗറ്റ് അദാനിക്ക് ഏകദേശം 1100-1110 വരെയുള്ള ടാർഗറ്റാണ്. അതുപോലെ തന്നെ മറ്റൊരു മിഡ് ക്യാപ്പ് ഓഹരിയായിട്ടുള്ള റിക്കോ ഓട്ടോ ആൻസിലറി കമ്പനികളും ഓട്ടോ കമ്പനികളൊക്കെ തന്നെ ഫോക്കസിലാണ്. പ്രത്യേകിച്ചും ഓട്ടോ ആൻസിലറി കമ്പനിയായിട്ട് ലുമാക്സ് ഓട്ടോ, അതുപോലെ തന്നെ റിക്കോ ഓട്ടോ ഇൻഡസ്ട്രീസ്, ഭാരത് സീറ്റ്സ്, ഗബ്രിയൽ ഇന്ത്യ, ലുമാക്സ് ഇൻഡസ്ട്രീസ്, ഇതൊക്കെ പല ഭാഗങ്ങളായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്ത ഓഹരികളായിരുന്നു. മൾട്ടി ബാഗർ റിട്ടേണൊക്കെ കൊടുത്തിരുന്നതാണ്. നമ്മുടെ ഗബ്രിയൽ ഇന്ത്യയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സജഷനായിരുന്നു സ്വിങ്ങീസ് കിങ്ങിൽ. 100% മുകളിലാണ് റിട്ടേൺ വന്നിരിക്കുന്നത്. സോ 131% റിട്ടേൺ ഏകദേശം ഈ പല സ്റ്റോക്കുകളിലുമായിട്ട് വന്നിട്ടുണ്ട്. സോ 2026 ഓട്ടോ ആൻസിലറി കമ്പനികൾ ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. 2030 കൂടി $20 ബില്യൺ ഇൻഡസ്ട്രി ആയിട്ടാണ് ആൻസിലറി ഇൻഡസ്ട്രീസ് വളരുക എന്നാണ് അറിയപ്പെടുന്നത്. സോ ഏകദേശം ഒരു 18% CAGR ഗ്രോത്താണ് ഈ ഒരു സെക്ടറിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു മേഖലകളിലുണ്ട്. അതുപോലെ തന്നെ റിക്കോ ഓട്ടോ ആണ് അതിലൊരു സ്ട്രോങ് അപ് ട്രെൻഡ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത്. അടുത്തൊരു ടാർഗറ്റ് റിക്കോ ഓട്ടോന് ഏകദേശം 145 മുതൽ 155 വരെ പോകാനുള്ള സാധ്യത. അതുപോലെ തന്നെ ലുമാക്സ് ഓട്ടോ ഇൻഡസ്ട്രീസൊക്കെ തന്നെ 2 പോഡ്കാസ്റ്റുകൾക്ക് മുമ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആ സ്റ്റോക്കുകളിൽ നല്ല രീതിയിലുള്ള മൊമെൻറ്റം വന്നിട്ടുണ്ട്. അതുപോലെ റീറ്റെയിൽ മേഖലയിലുള്ള വിമാർട്ട് റീറ്റെയിലിൻ്റെ ബിസിനസ് അപ്ഡേറ്റ്സ് Q3 വന്നിരിക്കുന്നത് വളരെ പോസിറ്റീവാണ്. മാത്രമല്ല ഈ റൂറൽ ഇന്ത്യയുടെ ഇൻകം സോഴ്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് പല വെൽഫെയർ സ്കീമുകളും ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിവിങ് സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കുക എന്ന രീതിയിൽ പല ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ റൂറൽ ഇന്ത്യയിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഡിസ്പോസിബിൾ ഇൻകം ഇന്ത്യയിൽ സ്വാഭാവികമായിട്ടും കൂടി വരുന്നുണ്ട്. സോ ഈ ഒരു ഡിസ്പോസിബിൾ ഇൻകം സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യത Tier 2 സിറ്റികളിൽ ഏറ്റവും കൂടുതൽ പ്രസൻസ് ഉള്ള വിമാർട്ട് പോലുള്ള റീറ്റെയിൽ ഷോറൂമുകൾക്കായിരിക്കും ഇതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് വർത്തിക്കാനുള്ള സാധ്യതയുണ്ടാവുക. അതുകൊണ്ട് തന്നെ Tier 2 സിറ്റികളിൽ ഏറ്റവും കൂടുതൽ പ്രസൻസ് ഉള്ള V2 അല്ലെങ്കിൽ വിമാർട്ട് റീറ്റെയിൽസിനാണ് അതിലൊരു സാധ്യത കൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി കൂടുന്നുണ്ട്, അൺലിമിറ്റഡ് സ്റ്റോർ ആക്സസ് അവർ വരുന്നുണ്ട്, കോസ്റ്റ് എഫിഷ്യൻസി വളരെ സ്ട്രോങ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. സോ നമ്പർ ഓഫ് ഷോറൂംസും കൂടി വരുന്നുണ്ട് അവരെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സ്റ്റോക്ക് 700-705 നിലവാരത്തിലാണ് വിമാർട്ട് ട്രേഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നൊരു
ശക്തമായിട്ടുള്ള അപ്പ് ട്രെൻഡ് സാധ്യതയുള്ള ഒരു ഓഹരി കൂടിയാണ്. അടുത്തൊരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് 770 to 800 വരെയെങ്കിലും പോകാനുള്ള സാധ്യതയാണ് വിമാർട്ടിനുള്ളത്. 680 താഴെയാണ് നമുക്ക് വിമാർട്ടിൽ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് പരിഗണിക്കാവുന്നത്. അതുപോലെ പെയിൻറ്റ് സെക്ടറിൽ നല്ല രീതിയിലുള്ള ബൂം വന്നുകൊണ്ടിരിക്കുന്നത്. കോമ്പറ്റീഷൻ ടഫ് ആയതുകൊണ്ട് തന്നെ മാർജിൻ പ്രഷർ നേരിടുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ടാണ് ഇതിനെ കണക്കാക്കിയിരുന്നത്. പക്ഷേ ക്രൂഡ് ഓയിലിൽ വന്നിരിക്കുന്ന വലിയ രീതിയിലുള്ള ഇടിവ് ഈ ഇൻഡസ്ട്രിക്ക് വലിയ രീതിയിലുള്ള ബൂസ്റ്റ് റോ മെറ്റീരിയൽ കോസ്റ്റിൻ്റെ രീതിയിൽ വന്നിട്ടുണ്ട്. സോ ഏഷ്യൻ പെയിൻറ്റ്സിലൊക്കെ വന്നിരിക്കുന്ന റാലി നമ്മൾ കണ്ടതാണ്. അതുപോലെ പെയിൻറ്റ് സെക്ടറിലുള്ള മറ്റൊരു കമ്പനിയാണ് ഇൻഡിഗോ പെയിൻറ്റ് എന്ന് പറയുന്നത്. ഈ അടുത്തായിട്ട് മാനേജ്മെൻറ്റിൻ്റെ ഒരു കമൻട്രി കണ്ടതിൽ അവർ പറഞ്ഞിരിക്കുന്നത് കോമ്പറ്റീറ്റീവ് പ്രഷർ വളരെ കൂടുതലാണ്, പക്ഷേ അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബിർള ഓപ്പസ് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ളൊരു മറ്റുള്ള പ്ലെയേഴ്സിനെയൊക്കെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇൻക്രിമെൻ്റൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അത് ലിമിറ്റഡ് ആയിരിക്കും എന്നാണ് ഈ മാനേജ്മെൻറ്റ് അഭിപ്രായപ്പെടുന്നത്. കമ്പനി ഏകദേശം ഒരു 15 മുതൽ 20% റവന്യൂ ഗ്രോത്ത് 2027 എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഡിമാൻഡ് എക്സ്പെക്റ്റ് ചെയ്യാനുള്ള റിക്കവറി ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. സോ 1-2 വർഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള മുന്നേറ്റം കമ്പനിക്ക് നടത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് കമ്പനിക്ക് പടിപടിയായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് മാനേജ്മെൻറ്റ് അവകാശപ്പെടുന്നത്. സോ സ്റ്റോക്കും ഒരു ടെക്നിക്കലി ഒരു പോസിറ്റീവ് സോണിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ 1171 വെള്ളിയാഴ്ച ഇൻഡിഗോ പെയിൻറ്റ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടുന്നൊരു ഒരു ഷോർട്ട് ടു മീഡിയം ടേം പ്രോസ്പെക്റ്റീവിൽ നമുക്കൊരു ബൈ എടുത്തു കഴിഞ്ഞാൽ 1100 താഴെയാണ് ഒരു സ്റ്റോപ്പ് ലോസ് വരുന്നത്. അടുത്തൊരു ടാർഗറ്റ് നമുക്ക് 1280 മുതൽ 1320 വരെയുള്ള ഒരു 100 രൂപ 130 രൂപയുടെ ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യതകളാണ് ഇൻഡിഗോ പെയിൻറ്റിൽ കാണുന്നത്. അതുപോലെ ബിസിനസ് അപ്ഡേറ്റ് വന്ന കമ്പനികളിൽ ഒന്ന് ജമ്മു ആൻഡ് കാശ്മീർ ബാങ്കിൻ്റെ Q3 ബിസിനസ് അപ്ഡേറ്റ് വളരെ സ്ട്രോങ് ആണ്. കാരണം ടോട്ടൽ ബിസിനസ്സിൽ 13.34% വർധനവാണുള്ളത്. 2.72 ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സാണ് കമ്പനി Q3 ഉണ്ടാക്കിയിരിക്കുന്നത്. ടോട്ടൽ ഡെപ്പോസിറ്റിൽ ഏകദേശം 10%, 10.58% വർധനവുണ്ടായിട്ടുണ്ട്. അതായത് 1.55 ലക്ഷം കോടി രൂപയുടെ ഡെപ്പോസിറ്റാണ് ബാങ്ക് ക്യാൻവാസ് ചെയ്തിരിക്കുന്നത്. കാസ ഡെപ്പോസിറ്റ്സിന് ഏകദേശം 1.25% വർധനവ് വന്നിട്ടുണ്ട്. 68,736 കോടി രൂപയുടെ കാസ ഡെപ്പോസിറ്റ്. കാസ എന്ന് പറഞ്ഞാൽ കറണ്ട് അക്കൗണ്ട്, അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ട്. ഇതിൽ എത്രമാത്രം പൈസ കൂടുന്നു അത്രമാത്രം ബാങ്കിനെ സംബന്ധിച്ചിട്ട് നല്ലതാണ്. കാരണം ഇത് ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു ഡെപ്പോസിറ്റാണ് ബാങ്കിനെ സംബന്ധിച്ചിട്ട്. കറണ്ട് അക്കൗണ്ട് ആയാലും 0% ഇൻട്രസ്റ്റ് ആണ്, സേവിങ്സ് അക്കൗണ്ട് ആയാലും വലിയ നോമിനലായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാസ ഡെപ്പോസിറ്റ്സ് കൂടുന്നത് ബാങ്കുകളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാസ റേഷ്യോ ഏകദേശം 44.10 കഴിഞ്ഞ വർഷം 48.1 ആയിരുന്നു. അതിപ്രാവശ്യം 44.10 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിന് ജമ്മു കാശ്മീർ ബിസിനസ്സിൻ്റെ മറ്റ് കാര്യങ്ങൾ ലോങ് ടേം ലോൺ ഗ്രോത്തിലും കാസയിലും ഒക്കെ തന്നെ സ്ലിപ്പ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ ഒന്ന് ഗ്രോസ് അഡ്വാൻസിൽ സ്ട്രോങ് ആയിട്ടുള്ള ക്രെഡിറ്റ് ഡിമാൻഡ് മൊമെൻറ്റമാണ് കാണിച്ചിരിക്കുന്നത്. കാരണം 17.3% വർധനമാണ് ഗ്രോസ് അഡ്വാൻസിൽ വന്നിരിക്കുന്നത്. സോ ഡെപ്പോസിറ്റ്സിലും ഏകദേശം 10.6%, 1.56 ലക്ഷം കോടി രൂപയുടെ ഡെപ്പോസിറ്റ്സ് കാണിച്ചിരിക്കുന്നു. മറ്റൊന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിലും ഗ്രോസ് അഡ്വാൻസിൽ 11.27% വർധനവ് വന്നിട്ടുണ്ട്. ടോട്ടൽ ഡെപ്പോസിറ്റിൽ 12.17% വർധനവ്. കാസ റേഷ്യോയിലും 31.84, കഴിഞ്ഞ പ്രാവശ്യം 31.15 ആയിരുന്നു, അതിപ്പോൾ 31.84 വന്നിട്ടുണ്ട്. ഓട്ടോ സെയിൽ കമ്പനികളുടെ കീഴിൽ TVS മോട്ടോഴ്സിൻ്റെയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫിഗർ വന്നിരിക്കുന്നത്. കാരണം Q3 വോളിയം റെക്കോർഡ് വോളിയമാണ് വന്നിരിക്കുന്നത്. അത് 2026 Q3 എന്ന് പറയുന്നത് ഏകദേശം 15.44 ലക്ഷം യൂണിറ്റുകളാണ് വിറ്റിരിക്കുന്നത്. കഴിഞ്ഞ വർഷവുമായിട്ട് നോക്കുമ്പോൾ 27% വർധന വന്നിട്ടുണ്ട്. ഡിസംബർ സെയിൽസ് വളരെ സ്ട്രോങ് ആണ്. കാരണം ടോട്ടൽ 4.81 ലക്ഷം യൂണിറ്റുകൾ വിറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ 50%-ലധികം ഇയർ ഓൺ ഇയറിൽ വർധനവ് കാണിച്ചിട്ടുണ്ട്. ടു വീലർ ഗ്രോത്ത് ഏകദേശം 4.61 ലക്ഷം യൂണിറ്റുകളാണ് ഡിസംബർ 2025 വിറ്റിരിക്കുന്നത്. ഏകദേശം 48% വർധനവ് ഡൊമസ്റ്റിക് സെയിൽസിൽ ടു വീലർ സെയിൽസിൽ വന്നിട്ടുണ്ട്. മോട്ടോർ സൈക്കിൾസ് നോക്കിക്കഴിഞ്ഞാൽ സ്കൂട്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള EV മൊമെൻറ്റവും വളരെ സ്ട്രോങ് ആണ്. EV സെയിൽസിൽ ഏകദേശം 77% വർധനവ് വന്നിട്ടുണ്ട്. 35,605 യൂണിറ്റുകളാണ് TVS വിറ്റിരിക്കുന്നത്. സോ എക്സ്പോർട്ടിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രസൻസ് വന്നിരിക്കുന്നു. ടോട്ടൽ എക്സ്പോർട്ട്സിൽ 40% ഗ്രോത്ത് TVS കാണിച്ചിട്ടുണ്ട്. 3 വീലർ എക്സ്പോർട്ടിൽ ഏകദേശം 110% വർധനവ്. സോ ഓൾ ടുഗെദർ ഈ ഒരു റിഫ്ലക്ഷൻ സ്റ്റോക്കിലും വരാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു TVS മോട്ടോഴ്സ്
നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോക്സുകളിൽ പ്രൈസ് റിലീഫ് വന്നിട്ടുണ്ട്. കാരണം ഗെയിൽ അവരുടെ CNG പ്രൈസ് ഏകദേശം 1 കിലോ 1 രൂപ പെർ kg കുറച്ചിട്ടുണ്ട്. PNGയുടെ പൈസയിലും അതായത് ഹൗസ് ഹോൾഡ് കുക്കിംഗ് ഗ്യാസിൻ്റെ പൈസയിലും കുറവ് വരുത്തിയിട്ടുണ്ട്. ഇത് അക്രോസ് അതാണ് ഗെയിലിൻ്റെ. അതുപോലെ തന്നെ അപ്ഡേറ്റുകളിൽ UP, കർണാടക, മധ്യപ്രദേശ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഒഡീസയിലൊക്കെ തന്നെ ഇതിൽ അപ്ലിക്കബിളാണ്. ഈ ഒരു കാരണമായിട്ട് പറയുന്നത് റേറ്റ് റാഷണലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള റേറ്റ് റിഡക്ഷൻ കൺസ്യൂമേഴ്സിന് പാസ് ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റൊക്കെ കുറഞ്ഞതിൻ്റെ ഇഫക്റ്റാണ് കൺസ്യൂമേഴ്സിലേക്ക് പാസ് ചെയ്തത്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ മാനേജ്മെൻറ്റ് കമൻട്രി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് സിഗ്നിഫിക്കൻ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ സൈഡ് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. അതായത് സപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ആ ഒരു ഷോർട്ട് ടു മീഡിയം ടേമിൽ ആ ഒരു സപ്ലൈ കൺസ്ട്രെയിൻസ്, സപ്ലൈ ഷോർട്ടേജ് ഫേസ് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല. കാരണം കോപ്പറിൻ്റെ ഡിമാൻഡ് അത്രമേൽ വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സപ്ലൈ ബുദ്ധിമുട്ട് നേരിടുന്നത്. ഡാറ്റാ സെൻറ്റേഴ്സിൻ്റെ വർധനവ് അല്ലെങ്കിൽ ഡാറ്റാ സെൻറ്റേഴ്സ് വർദ്ധിച്ചു വരുന്നത് ഈ വലിയ രീതിയിലുള്ള ഡിമാൻഡാണ് ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് വന്നിരിക്കുന്നത്. കമ്പനി പ്രൊഡക്ഷൻ ഏകദേശം 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി അറ്റ് പ്രസൻറ്റ് ഒരു ഇന്ത്യയുടെ മൊത്തം കോപ്പർ ഡിമാൻഡിൻ്റെ 5 to 6% മാത്രമേ കാറ്റർ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് കമ്പനി പറഞ്ഞത്. VST ട്രാക്ടേഴ്സ് ആൻഡ് ട്രില്ലേഴ്സ്, ഈ കമ്പനി വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ട്രാക്ക് ചെയ്ത കമ്പനിയാണ്, പലപ്പോഴായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്തൊരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഡിസംബർ സെയിൽസ് ഡാറ്റ വന്നിട്ടുണ്ട്. പവർ ടില്ലേഴ്സിൽ ഏകദേശം 26.1% വർധനമാണ്. അതായത് അഗ്രികൾച്ചറൽ റൂറൽ എക്കോണമിയിലുണ്ടാകുന്ന കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയുടെ ഇഫക്റ്റാണിത്. പവർ ടില്ലേഴ്സിൻ്റെ സെയിൽസ് ഏകദേശം 55.6% വർധനവ് വന്നിരിക്കുന്നു. ട്രാക്ടേഴ്സിൽ 60% വർധനവ്. ട്രാക്ടേഴ്സ് ടോട്ടൽ സെയിൽസിൽ ഡിസംബറിൽ 4376 യൂണിറ്റുകളാണ്. അതിലും 29.8% വർധനവ് വന്നിട്ടുണ്ട്. സോ VST ടില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പോസിറ്റീവ് നോട്ടാണ് വന്നിരിക്കുന്നത്. കോൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ടൊരു പ്രത്യേക വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. കോൾ ഇന്ത്യയുടെ വോഡാഫോൺ ഐഡിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നത് MK ബ്രോക്കിംഗ് ഫേമിൻ്റെ ഒരു റിപ്പോർട്ടാണ്. അതിൽ സെൽ റേറ്റിംഗ് ആണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. 6 രൂപ ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് അവർ പറയുന്ന കാരണങ്ങൾ AGR ഡ്യൂസ് അത് എടുത്തു കളഞ്ഞിട്ടില്ല, അത് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നു. അത് ഏകദേശം ഒരു 50% എങ്കിലും വേവ് ഔട്ട് ചെയ്യുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്, ഉണ്ടായിട്ടില്ല. അതുപോലെ സ്പെക്ട്രം പേയ്മെൻറ്റ് ഏകദേശം 1.2 ലക്ഷം കോടി രൂപയുടെ ഒബ്ലിഗേഷൻസും കമ്പനിയുടെ മുകളിലുണ്ട്. അതും 2026 to 2044 അത് ഫിനിഷ് ചെയ്യേണ്ടതാണ്. ഇബിറ്റ ഇപ്പോഴും ഒരു കൺസേൺ ആണ്. കാരണം ഇപ്പോഴത്തെ ഏർണിങ്സ് ഒരിക്കലും കാപ്പെക്സോ അല്ലെങ്കിൽ സ്പെക്ട്രം ഡെറ്റ് പേയ്മെൻറ്റോ റീപേയ്മെൻറ്റ് നടത്തുന്നതിനോ യാതൊരു വിധത്തിലുള്ള പര്യാപ്തതയും ഇല്ല എന്നുള്ളതാണ്. ഫണ്ടിങ് അത്യാവശ്യമായിട്ട് കമ്പനിക്ക് ആവശ്യമുണ്ട്. സോ അതിനിതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെസ്ഡ് ആണ്. റിലീഫ് പാക്കേജുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ പല കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ വോഡാഫോൺ ഐഡിയയ്ക്ക് എതിരായിട്ട് പറയുന്നത്. പക്ഷേ ഇതിലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ട്. ഗവൺമെൻറ് ഇപ്പോഴും ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ഒരു കമ്പനി ഇല്ലാതാവാൻ ഗവൺമെൻറ്റിന് തീരെ താല്പര്യമില്ല. ഒരു കമ്പനി ഇപ്പോഴും സബ്സ്ക്രൈബർ ബേസുള്ള കമ്പനിയാണ്. 20 കോടിയോളം ആൾക്കാർ ഇതിൻ്റെ കസ്റ്റമർ ബേസായിട്ട് ഇപ്പോഴും ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനി കൂടി പോകുമ്പോൾ വീണ്ടും 2-3 പ്ലെയേഴ്സ് മാത്രമുള്ളൊരു സെക്ടറായിട്ട് ടെലികോം ഇൻഡസ്ട്രി മാറും. ഇപ്പോൾ ഇൻഡിഗോയുടെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. കാരണം 60-65% മാർക്കറ്റ് ഷെയർ ഉള്ളൊരു കമ്പനിക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ടേക്ക് ഓവർ ചെയ്യാൻ മറ്റൊരു പാർട്ട്ണർ ഇല്ല ആ സെക്ടറിൽ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു ഡിമാൻഡ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു സപ്ലൈ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ ഒരിക്കലും ഗവൺമെൻറ് ഈ ഒരു കമ്പനിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ 49% സ്റ്റേക്ക് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ഐഡിയയുടെ ഉള്ളത്. സോ ഇത് ഇപ്പോൾ ഗവൺമെൻറ് ഒരു വേവ് ഔട്ട് ചെയ്ത് 5 വർഷത്തേക്ക് മൊറട്ടോറിയൊക്കെ കൊടുത്ത് വരുന്ന സമയത്ത് ആരെങ്കിലും ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഗവൺമെൻറ് ആ സ്റ്റേക്ക് വിൽക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ ഈ ഒരു സമയങ്ങൾ കൊണ്ട് 1-2 വർഷങ്ങൾ കൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു അലിയിലേക്ക് ഒന്ന് കെട്ടടങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് പ്ലെയർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കാം അത് ഏത് ബിസിനസ് ഗ്രൂപ്പാണ് ഈ ഒരു ടെലികോം ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിച്ചു കൊണ്ട് വരിക എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. സോ ആ സമയത്ത് ഈ ഗവൺമെൻറ്റിൻ്റെ 49% സ്റ്റേക്ക് അവർക്ക് കൊടുത്ത് വിറ്റുമാറലായിരിക്കും ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. സോ നോക്കാം നമുക്ക് ഇത് ഇവിടെ എത്തുന്നുള്ളത്. അതുകൊണ്ട് തന്നെ
ഞാനൊരു സെൽ റേറ്റിങ്ങിലൊന്നും ഇപ്പോൾ പോകുന്നില്ല. വളരെ ചെറിയൊരു എക്സ്പോഷർ നിങ്ങളുടെ പോർട്ട്ഫോളിയോ നമ്മളൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കേട്ടോ. നമ്മളൊരു 8 രൂപ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം. സ്കിങ്ങിലൊക്കെ ഞാൻ ബോൾഡായിട്ട് ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 9.5 13 ആയിരുന്നു നമ്മൾ 12 to 12.15 ആയിരുന്നു നമ്മുടെ ടാർഗറ്റ്. ആ 12 to 12.50 വന്നപ്പോൾ ഞാൻ എക്സിറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വീണ്ടും സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോഴും ഞാൻ ലോങ് ടേമിൽ ഒരു 5 years പ്രോസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴും ഹോൾഡ് എന്നുള്ള കാറ്റഗറി തന്നെയാണ് ഇപ്പോഴും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു 5 year കാറ്റഗറി. ഇപ്പോൾ ദിവസവും നോക്കിയിട്ട് സ്റ്റോക്ക് എന്തായി നോക്കുന്നവരല്ല, ഒരു 5 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 5 വർഷത്തേക്ക് ഒരു ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് മറക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും കീപ്പ് ഇൻവെസ്റ്റിംഗ് ഇൻ ഐഡിയ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ 12 രൂപയ്ക്ക് നമുക്ക് 20 കോടി സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ടെലികോം കമ്പനിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഈവൻ ലോസ് ആണെങ്കിലും പക്ഷേ അതിനൊരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളൊരവസ്ഥ ഈ ഒരു കുറച്ച് പോസിറ്റീവ് നോംസുകൾ ഉള്ളതുകൊണ്ട് നോക്കാം എന്താവും എന്നുള്ളത്. ഞാൻ ഈ ആഴ്ച സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പലതും നമുക്ക് കവറേജ് ഉള്ള സ്റ്റോക്കുകളുമുണ്ട്, പക്ഷേ കൂടുതലായിട്ട് നമുക്ക് കവറേജ് ഔട്ട് ഓഫ് കവറേജ് തന്നെയാണ് നമ്മുടെ സ്റ്റോക്കുകൾ വേറെയുണ്ട്. കാരണം ഞാനത് വീണ്ടും ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, സമയം ഒരുപാടായിരിക്കുന്നു, 26 മിനിറ്റ് ആയിരിക്കുന്നു. സോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ നമ്മളൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ടെലിഗ്രാം ലിങ്കുകൾ, നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ലിങ്കുകളൊക്കെ തന്നെയുണ്ട്. ഏറ്റവും കൂടുതൽ റിസർച്ചിന് സമയം കണ്ടെത്തുന്ന സമയമാണിപ്പോൾ. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല നല്ല സ്റ്റോക്കുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനേക്കുള്ള നിങ്ങൾക്കും അതിനൊരു ബെനിഫിഷ്യറി ആവാൻ വേണ്ടിയിട്ട് നമ്മളൊപ്പം ജോയിൻ ചെയ്യുക. നല്ല നല്ല സ്റ്റോക്കുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കി മാറ്റുക. അതിനുള്ളൊരു അവസരമായിട്ട് കാണുക. വളരെ നോമിനലായിട്ടുള്ളൊരു ചാർജസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്കിതൊരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടുപോകാനുള്ള ചാർജസ് മാത്രമേ ഞാൻ ഇതിലേക്കുള്ളൂ. സാധാരണക്കാർക്കും നല്ല സർവീസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം എല്ലാവരെയും ഞാൻ ബോർഡിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ടെലിഗ്രാം ചാനൽസ്, മൊബൈൽ ആപ്ലിക്കേഷൻ, ഇതിനൊക്കെയുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ SBI നമ്മൾ പറഞ്ഞൊരു സ്റ്റോക്കായിരുന്നു. 750 മുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തു. 1000 റുപ്പീസിന് മുകളിൽ വന്നിട്ടുണ്ട്. ശ്രീറാം ഫിനാൻസ് വന്നിട്ടുണ്ട്. GMR എയർപോർട്ട് 105 മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല സ്റ്റോക്കുകൾ മാർക്കറ്റ് കറക്ഷൻ അതിജീവിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ കോപ്പർ, DC നമുക്ക് ഒരുപാട് കവറേജുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ മുന്നേറ്റം വന്നിട്ടുണ്ട്. എല്ലാ സ്റ്റോക്കുകളൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോഴും മിഡ് ക്യാപ്പിൽ ആ ഒരു കറക്ഷൻ്റെ ഭാഗമായിട്ട് ചില സ്റ്റോക്കുകളിൽ കറക്ഷൻ തുടരുന്നുണ്ട്. സോ അതൊക്കെ തന്നെ ബിസിനസ്സുകളിലോ ഫണ്ടമെൻ്റൽസിലോ മാറ്റങ്ങളില്ല. സോ തിരിച്ച് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. താരിൽ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് വലിയ രീതിയിൽ കറക്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ബോൾഡായിട്ട് ലോവർ ലെവലിൽ നമ്മൾ ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 280, 260, 245 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ 300 മുകളിൽ വന്നിട്ടുണ്ട്. 330, 340 വെള്ളിയാഴ്ചയും നമ്മളൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നല്ല നല്ല കൗണ്ടറുകളിൽ വാല്യുവേഷൻ ബേസ് ഉണ്ട്. സെലക്റ്റീവായിട്ടുള്ള കൗണ്ടറുകളിൽ മാത്രമാണ് പൈസ ഉണ്ടാവുക. എല്ലാ സ്റ്റോക്കുകളിലും പൈസ ഈ വർഷവും ഉണ്ടാവില്ല. സോ അവിടെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാക്കപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളോടൊപ്പം വരാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഒരിക്കലും ഒരു തരത്തിലുള്ള ഗ്യാരണ്ടിയോ കാര്യങ്ങളോ അല്ല. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സെബിയുടെ നിർദ്ദേശപ്രകാരമുള്ള വാർണിംഗ് സിഗ്നൽ കൂടിയുള്ളതാണ്. അതായത് നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ്. നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റഡീസ് കൂടി നടത്തേണ്ടതായിട്ട്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ കമൻറ്റ് ബോക്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു വീക്ക് ആവട്ടെ, നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു വീക്ക് ആയിക്കോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.